മലബാറിലെ നാട്ടിൻപുറങ്ങളിലെ പതിവ് കാഴ്ചയായിരുന്നു ഒരു കാലത്ത് നാട്ടുതക്കാരങ്ങൾ. നന്മയുള്ള ഗ്രാമീണ സംസ്കാരത്തിന്റെ ഭാഗമായി ഇത്തരം കൂടിച്ചേരലുകൾ മുറതെറ്റാതെ നടന്നിരുന്നു. കാലം മാറിയതോടെ നാട്ടുതക്കാരങ്ങളും മറ്റു പലതിനെയും പോലെ വിസ്മൃതിയിലായി. എന്നാൽ കോഴിക്കോട് ചാത്തമംഗലത്തെ കൂളിമാട് അത്തരത്തിലൊരു വ്യത്യസ്ത നാട്ടുതക്കാരം നടന്നു. വിവിധ തരം ഫലവർഗ്ഗങ്ങളാണ് തക്കാരത്തിനെത്തിയവർക്ക് നൽകിയത്. 5 വർഷം മുൻപാണ് ആദ്യമായി കൂളിമാട് മഹൽ കമ്മിറ്റി പ്രദേശത്തെ എല്ലാവർക്കും ബലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. അന്ന് നട്ട പല വൃക്ഷങ്ങളും ഇപ്പോൾ നല്ല ഫലങ്ങൾ നൽകാൻ തുടങ്ങി. ഈ ഫലങ്ങളാണ് സമൂഹ ബലഭോജനത്തിൽ നൽകിയത്. കൊടും ചൂടുകാലത്തെ മറികടക്കാൻ കുളിർമയുള്ള കൂളിമാടിനായി കൈകോർക്കാം എന്ന പേരിലാണ് സമൂഹ ബലഭോജനം നടത്തിയത്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ വിഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേറിട്ട സൽക്കാരമാണ് ഈ നാട്ടു സൽക്കാരം. പ്രദേശത്തെ വീട്ടുകാരാണ് അവരുടെ വീട്ടുമുറ്റത്തും പറമ്പിലും കൃഷിയിടങ്ങളിലും വിളഞ്ഞ ഫലമൂലാദികളിൽ തക്കാരത്തിനായി കൊണ്ടുവന്നത്. വിവിധ തരത്തിലുള്ള മാമ്പഴങ്ങളും പേരയ്ക്ക, പപ്പായ, അമ്പഴങ്ങ, വിവിധതരം വാഴപ്പഴങ്ങൾ, ഞാവൽപ്പഴം, വിവിധതരം ചക്കകൾ തുടങ്ങി ഓരോ ഫലങ്ങൾ ഉപയോഗിച്ചുമുണ്ടാക്കുന്ന പലവിധത്തിലുള്ള പലഹാരങ്ങൾ വരെ നാട്ടുതക്കാരത്തിൽ വിഭവങ്ങളായി. കൊണ്ടുവന്ന ഫലവർഗ്ഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് മുറിച്ച് പാകമാക്കി. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ നമ്മുടെ പരിസരത്തുള്ളവർ അത് കൊണ്ടുവന്ന് നമ്മുടെ മറ്റുള്ളവർക്ക് വിഭവങ്ങൾ വിളമ്പി കൊടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കരമായ സന്തോഷമാണല്ലോ ഉണ്ടാവുന്നത്. ഇനി വരുന്ന തലമുറക്കും ഇതൊരു അനുഭവമായി ഉണ്ടാവണമെന്ന് അറിയാണ്. കൂളിമാട് മഹൽ പരിസരത്താണ് സമൂഹ ബലഭോജനം നടന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൂളിമാടും പരിസരത്തുമുള്ള നിരവധി പേർ സമൂഹ ബലഭോജനത്തിനായി എത്തിച്ചേർന്നു. നാട്ടുകാർ ഒത്തൊരുമയോടുകൂടി ഇതൊരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ്. വളരെയധികം ഇത് മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രചോദനമാണ് ആയിട്ട് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബലഭോജനത്തിന്റെ ഉദ്ഘാടനവും വേറിട്ടതായിരുന്നു. നല്ല മുഴുത്ത വരിക്കച്ചക്ക മുറിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഓരോ കുടുംബങ്ങളും തന്റെ വീട് ഗൃഹാങ്കണത്തിൽ വെച്ച് പിടിപ്പിച്ച സ്വന്തം നട്ടുണ്ടാക്കിയുള്ള പല വൃക്ഷങ്ങളിൽ നിന്ന് എടുക്കുന്ന പഴവർഗ്ഗങ്ങളും വീടുകളിലെ സഹോദരിമാർ പഴങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും ഒക്കെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും ജ്യൂസുകളും ഒക്കെ പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ച് എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. കാലം മാറും തോറും നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ ഉണ്ടായ മാറ്റത്തിലൂടെ പലവിധ രോഗങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് നല്ല ആരോഗ്യം സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ പരിചയപ്പെടുത്തുന്ന കൂളിമാട് ജനത ഏറെ വ്യത്യസ്തരാവുകയാണ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.